സോ നമ്മൾ വന്നിരിക്കുന്നത് അങ്ങ് വടക്ക് നിന്ന് ഓർക്കണം. ബോളിവുഡിൽ നിന്ന് നമുക്കൊരു സിനിമ വന്നിട്ടുണ്ട്. ഇത് പ്രിയദർശൻ ഒരു അല്ലേ കുറച്ചധികം ഇടവേളയ്ക്ക് ശേഷമാണ് തോന്നുന്നു ഇപ്പോൾ ഹിന്ദി പടം ചെയ്യുന്നത്. ഞാനാണ്. അപ്പോൾ അക്ഷയ് കുമാർ അഭിനയിക്കുന്ന ഭൂത് ബംഗ്ല എന്ന് പറഞ്ഞ ഫിലിം. അക്ഷയ് കുമാറും പ്രിയദർശനും കൂടെ കുറച്ചധികം പടങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു പടമുള്ള നമ്മുടെ ഒപ്പത്തിന് റീമേക്ക്, അതിലും വില്ലനായിട്ട് അക്ഷയ് കുമാർ അഭിനയിക്കുന്നത്. സോ അതിനു മുമ്പ് വരുന്ന സിനിമയാണ് ഭൂത് ബംഗ്ല. നമുക്കതിൻ്റെ ഒരു ടീസർ വളരെ ഇഷ്ടമുള്ള കോമ്പിനേഷൻ. അതെ, അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് ഇവർ. കാരണം ഇവരുടെ കോമഡി പടങ്ങൾക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ട് ഇപ്പോഴും. മറക്കുന്നില്ല പോയി मालिक मंगल पुण्य को शादी नहीं करता. मधुसूर आएगा. ये मधुसूर कौन मधुसूर? तेरा फूफा. तुझे मधुसूर के बारे में नहीं पता? പീസ് ഓഫ് കോമഡി क्या पैलेस में है? बकिंगम पैलेस से 2 कमरे कम होंगे बस. അവിടെ വരുന്നല്ലോ. तुम्हें पता है आपने क्या करना था? क्या करना था? मुझे बताते हुए शर्म आती है. तो मत बता. नहीं लेकिन मैं बताऊंगा. तो बता. कर दो. अरे पिछवाड़ा मत तो कहाँ है? ഈ ടൈപ്പ് കോമഡി അല്ല. ഏപ്രിൽ 10-ാം തീയതി അടുത്ത മാസം വിളിക്കാം. तुम्हें नहीं लगता कि भूत सच में होते हैं? घंटा होते हैं भूत सच में. भूत सच में. ടീസറാണ് ഇത്. ടീസറാ ഏപ്രിൽ 10. ഏപ്രിൽ 10-ാം തീയതി. ഇപ്പോൾ അടുത്ത മാസം ഒന്നുമില്ല. ഒന്നുമില്ല. ഇവരുടെ പഴയ ഇൻട്രൊഡക്ഷൻ, ക്യാരക്ടേഴ്സ് ഇൻട്രൊഡക്ഷൻ. അതായത് നമുക്ക് കാണുമ്പോൾ ഇത് മറ്റേ ഓവർ ദി ടോപ്പ് ഹ്യൂമറാണ്. അല്ലെ, ഗ്രേറ്റ് ഫിനിഷ്ഡ് വെർഷൻ പോലെ ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ഇല്ല ഞാൻ പറഞ്ഞ പടം ബേസിക്കലി കുറച്ച് അവരുടെ ഓഡിയൻസിന് ഈ ഭൂൽഭുലയുടെ സെക്കൻഡും തേർഡും ഒക്കെ അവിടെ ആൾക്കാർ കണ്ടല്ലോ. അതെ, ഭയങ്കര എക്സെൻട്രിക്. അതെ, ആ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് പറ്റുന്ന പടമാണ് ഇതെന്ന്. സ്ലാപ്സ്റ്റിക് അല്ലേ. നമുക്ക് കുറച്ച് പാടായിരിക്കും ഇങ്ങനെ സാധനം ഇപ്പം കണ്ട ആസ്വദിക്കാൻ. പിന്നെ ഒരു മൂഡ് പോലെയൊക്കെ ഇരിക്കും തോന്നല്ലേ. ഇതിന് വല്ലാണ്ട് നടന്മാരെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അക്ഷയ് കുമാറിനെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ രസമായിരിക്കും. ഈ ബോയിങ് ഒക്കെ ഇപ്പോഴും ആളുകൾ പറയുന്നില്ല അതുപോലത്തെ പടം എന്താ വരാം. പക്ഷെ അതുപോലത്തെ പടം വന്നാൽ സ്വീകരിക്കുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ 10-ാം തീയതി സിനിമ റിലീസാവട്ടെ. ട്രെയിലുണ്ട്, അതിന് മുമ്പല്ലോ. ട്രെയിലുണ്ട്. ഒരു പാട്ടിറങ്ങിയത് നല്ല എനർജി, ഭയങ്കര മറ്റേ പ്രൊമോ സോങ് അല്ലേ ഇതിനകത്ത്. ഇപ്പോൾ അതല്ലേ കഴിഞ്ഞ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു സുരേഷ് മേനോനാണ് ആരോ പറഞ്ഞല്ലോ, ഇവിടെ ഒരു സിനിമ ചെയ്യാൻ 1 വർഷം സമയം എടുക്കുമ്പോൾ അവിടെ 3 മാസത്തിൽ 2 സിനിമയാണ് പ്രീൻസർ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം പുള്ളി ആക്ച്വലി പഴയ ഫിലിം മേക്കർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ പണ്ട് കാലം ഒരു സിനിമ ചെയ്ത് വർക്ക് ഇത്രയും പടങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഇവർ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. ഇവർക്കൊരു പ്രോപ്പർ ഒരു സ്പീഡുണ്ടല്ലോ. ഇങ്ങനെ ഈ ഷോട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു സ്പീഡ്, ഷോട്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവർക്ക് കുറെ കൂടി എഡിറ്റിൽ അവർ കുറച്ചുകൂടെ ഷൂട്ട് ചെയ്യുന്ന എഡിറ്റ് വേണ്ടി കട്ട് എവിടെ വരെ യൂസ് ചെയ്യുന്ന അത്രയും ഷൂട്ട് ചെയ്തോളൂ. അപ്പോൾ അത് ഭയങ്കര വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരുപാട് ടൈം എടുക്കാതെ വളരെ കുറച്ച് സമയം ഷൂട്ട് ചെയ്ത് തീർക്കുന്നതെന്ന് തോന്നുന്നു.